ഹായ്, നന്ദികാസ് വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ കുറച്ചായി വീഡിയോസൊക്കെ ഇട്ടിട്ട് നമ്മൾ കണ്ടിട്ടും കുറേ നാളായി. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം. അപ്പോൾ ഇന്ന് ഞാൻ ചെറിയൊരു പാചക വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. കക്ക ഇറച്ചി എങ്ങനെ ഫ്രൈ ചെയ്യാം. നിങ്ങൾക്കെല്ലാവർക്കും അറിയാമെന്ന് എനിക്കറിയാം കക്കയിറച്ചി എങ്ങനെ ഉണ്ടാക്കണമെന്ന്. ഇത് നമുക്ക് ഓരോരുത്തരും ഉണ്ടാക്കുന്ന സ്റ്റൈലിന് വ്യത്യാസം ഉണ്ടാവുമല്ലോ. അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കുന്ന ഒരു രീതിയിലുള്ള കക്കയിറച്ചി ഫ്രൈ ആണ് ഇവിടെ കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ പാത്രം അടുപ്പത്ത് വെച്ചു, കടുക് പൊട്ടിച്ചു. അതിനകത്ത് ഇട്ടേക്കുന്ന ആ പരവരാന്നുള്ള സാധനം എന്നറിയാമോ? നമ്മുടെ അരിയാണ് കേട്ടോ. അരിയിട്ട് അത് പൊരി പോലെ ഇങ്ങനെ പൊങ്ങി വരുമ്പോഴേക്കും അതിലേക്ക് ഈ തയ്യാറാക്കി വെച്ചിരിക്കുന്ന സവോളയും അതുപോലെ ഇഞ്ചി, വെളുത്തുള്ളി കൊത്തിയരിഞ്ഞത്, അങ്ങനെയുള്ള സാധന സാമഗ്രികളൊക്കെ അതിലേക്ക് ഇടണം കേട്ടോ. അതിലിട്ട് നന്നായിട്ട് ഇളക്കി വരുമ്പോൾ ഈ ഇടുന്ന സാധനം എന്നാണെന്നറിയാമോ? അത് തേങ്ങയാണ്. തേങ്ങയൊന്ന് മിക്സിയിലിട്ടൊന്ന് ചെറുതായിട്ട് അടിച്ചെടുത്താൽ കേട്ടോ അത്. അപ്പോൾ അതിട്ട് ഒന്ന് നന്നായിട്ട് ഇളക്കി വരുമ്പോൾ സവോളയും കറിവേപ്പിലേക്ക് ഇട്ട് അതും ഒന്ന് മൂപ്പിച്ചെടുക്കുക. സവോള ഇങ്ങനെ ഒരുപാട് ഇങ്ങനെ വഴറ്റിയെടുക്കേണ്ട. അതായത് നമ്മൾ ചിക്കൻ കറിക്കൊക്കെ വെക്കുന്ന പോലെ ഒത്തിരി വഴറ്റേണ്ട, ചെറുതായിട്ടൊന്ന് കടിക്കാൻ കിട്ടുന്നതാണ് അതിൻ്റെ സ്വാദ്. അപ്പോൾ ആ രീതിയിലൊക്കെ ഒന്ന് മൂപ്പിച്ചെടുത്ത് കഴിയുമ്പോൾ നമ്മുടെ മസാലക്കൂട്ടുകൾ, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ ഗരം മസാല, കുരുമുളക് പൊടി, പിന്നെ കുറച്ച് ഏലക്കായും കറുവപ്പട്ടയും കൂടി ഞാൻ അതിനകത്ത് കടുക് പൊട്ടിച്ചിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതെല്ലാം കൂടെ ഇട്ട് നന്നായിട്ട് മൂപ്പിച്ച് മസാലയെല്ലാം മൂത്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് നമ്മുടെ കക്കയിറച്ചി അങ്ങ് തട്ടി, അവനാണല്ലോ ഹീറോ. അപ്പോൾ അവനെ ഇട്ട് തട്ടി അങ്ങോട്ടും ഇങ്ങോട്ടും നന്നായിട്ട് മിക്സ് ചെയ്യണം. ഈ മസാലയൊക്കെ അതിലോട്ടൊന്ന് ചേർന്ന് പിടിച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് ഇളക്കി. ഇത് കുറച്ച് നേരം ഇങ്ങനെ ഇട്ട് ഇളക്കിയെങ്കിൽ മാത്രമേ ആ കക്കയിറച്ചി ഒന്ന് നന്നായിട്ട് ഫ്രൈ ആകുള്ളൂ. ഇങ്ങനെ ഒരുപാട് ഇച്ചിരി വെന്ത പരുവത്തിരുന്ന് അതിങ്ങനെ ചവയ്ക്കുമ്പോൾ റബ്ബർ പന്ത് പോലെ ഇരിക്കില്ലേ, അങ്ങനെ എനിക്കിഷ്ടമല്ല. അപ്പോൾ ആ ഒരു രീതിയിൽ നിന്ന് മറിച്ചിരി ഇങ്ങനെ മുരിഞ്ഞ് വരുന്ന രീതിയിലാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതെ, അവനിങ്ങനെ നല്ല മുരിഞ്ഞ് ഫ്രൈ ആയിട്ട് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നന്നായിട്ട് ഇളക്കണം, കൈവിടാതെ ഇളക്കണം. പിന്നെ അതുപോലെ തന്നെ തീരെ ലോ ഫ്ലെയിം വെക്കുന്നതിനെക്കാട്ടും കുറച്ചുകൂടെ തീ കൂട്ടി വെക്കുന്നതാണ് നല്ലതെന്ന് തോന്നിയിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ച് വെളിച്ചെണ്ണയും ചേർക്കുക ആവശ്യമെങ്കിൽ. പിന്നെ ഈ കാണുന്ന ഉച്ചത്തെ ചൂരക്കറിയാണ്. ചൂരക്കറി ഇന്ന് ഉണ്ടാക്കിയിരുന്നു. അതുപോലെ തന്നെ ഈ കിടന്ന് കടുക് പൊട്ടുന്ന സാധനം കണ്ട, ഇത് നമ്മുടെ തേങ്ങ അരച്ച് വെച്ച കറിക്ക് വേണ്ടിയിട്ട് പൊട്ടിക്കുന്നതാണ്. അവനെ അങ്ങ് ഒഴിച്ചു ഷൂന്ന് ഒച്ച കേൾക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കടുക് പൊട്ടിച്ചു, ഊണൊക്കെ തയ്യാറായി. അതിന് കഴിക്കാൻ പോവാം കേട്ടോ. ഉള്ളിത്തീലും ഉണ്ടായിരുന്നു, അരച്ചുകൂട്ടും മീൻകറിയും. അപ്പം ഇന്നത്തെ ഊണാണി കാണുന്നത്. അപ്പോൾ കഴിച്ചിട്ട് വരാവേ, ടാറ്റാ.